ശരിക്കും ചേട്ടാ, ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട സമയത്ത് ഞാൻ ഏറ്റവും ബാക്കിലായിട്ട് ഇരുന്നായിരുന്നേ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പേഴ്സണലി. കാരണം നമ്മളിങ്ങനെ ഫ്രണ്ടിലോട്ട് നോക്കുന്ന സമയത്ത് എല്ലാവരും, അതായത് ഒരാൾ പോലും വേറൊന്നും ആലോചിച്ചിരിക്കണതോ ഫോണിൽ നോക്കിയിരിക്കണതോ ഒന്നുമില്ല. എല്ലാരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുക ഈ സിനിമ. എന്റെ അപ്പുറത്തിരുന്ന് ചിരിച്ചായിരിക്കും, എനിക്ക് അറിയത്തില്ല പക്ഷെ ആരാന്ന്. പക്ഷെ എന്റെ മേത്തൊക്കെ അടിച്ച് ചിരിച്ചോണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി, അപ്പൊ ഞാനും അങ്ങോട്ട് അടിച്ചു ചിരിച്ചോണ്ടിരുന്നത്. കാരണം അത്രമാത്രം നമ്മൾ എൻജോയ് ചെയ്തിട്ട് ആ സിനിമ കണ്ടോണ്ടിരുന്നത്. നമ്മുടെ അടിക്ക് വെയിറ്റ് ഉണ്ടായിരുന്നാ? 3 അടി ഞാൻ കൊണ്ടു, 4ാമത്തെ അടിക്ക് ഇച്ചിരി വെയിറ്റ് കൂടുതലായിരുന്നു. അപ്പൊ ശരിക്കും ബിൻഡോ ചേട്ടാ, ഇങ്ങനെ ഒരു മൂവി ഡയറക്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഇതൊരു ഫാമിലി എന്റർടൈനർ, സ്ക്രിപ്റ്റ് ഒരു ഫാമിലി എന്റർടൈനർ ആയതുകൊണ്ട് തന്നെയാണോ ഇതൊരു ഫസ്റ്റ് വൺ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചത്? അല്ല, ഇത് ആദ്യമേ ഒരു പ്ലോട്ടാണ് ഇതിന്റെ കേൾക്കുന്നത്. അത് ഞാനൊന്ന് ഇടപെടും. കാരണം ഈ സിനിമ അത് ബിൻഡോ പറയൂല, കാരണം എന്താ വെച്ചാൽ എനിക്ക് പറയാതെ. കാരണം ഈ സിനിമ ശരിക്കും ബിൻഡോന്റെ കഥയാണ്. ഈ പ്രിൻസ് ബിൻഡോയാണ്. ഈ 2 അനിയൻ, പുള്ളിയുടെ സഹോദരങ്ങൾ കല്യാണം കഴിച്ചു പോകും, അവര് കുട്ടികളൊക്കെ ഉണ്ടാവും, ഇങ്ങനെ നോക്കിടക്കുക എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥകൾ പോയിരുന്ന ചങ്ങാതിയാണത്. ഈ സിനിമ നടക്കുന്ന സമയം വരെ ഇദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടക്കെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഒരു പെൺകുട്ടി, അവരുടെ ഒരു അറേഞ്ച്ഡ് മാരേജ് തന്നെയാണോ, പെട്ടെന്ന് സെറ്റായി കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ബിൻഡോന്റെ ടെൻഷൻ എന്താ വെച്ചാൽ, അതേ മറ്റേ കാര്യം പറയരുത് കേട്ടോ, ഏത് കാര്യം, എന്റെ കഥയതോള് പറയരുത്. കാരണം അത് വൈഫൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു തുടക്കം. ഞാനത് നിങ്ങളെ ഇങ്ങനെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പക്ഷേ ഈ നിമിഷം വരെ ഞങ്ങളത് പറഞ്ഞിട്ടില്ലായിരുന്നു. നാണക്കേടല്ല, വൈഫ് അറിഞ്ഞാലോ. ഫസ്റ്റ് മൂവിയിൽ തന്നെ നമ്മുടെ ദിലീപേന്റെ ഒരു പ്രിൻസസ് ആയിട്ട് വരാന്ന് പറയുമ്പോ ചേച്ചിക്ക് എന്താ തോന്നുന്നത്? ദിലീപേന്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് ഞാൻ സിനിമ ഭയങ്കര കുഞ്ഞ് പ്രായത്തിന്റെ ഓർമ്മയുള്ള കാലം മുതൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടിട്ട് വന്നതാണ്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യണില്ല ഞാൻ ചേട്ടന്റെ കൂടെ അതായത് ഹീസ് ആക്ച്വലി സ്റ്റാൻഡിങ് ഓൺ ദ ടോപ്പ് ലെജൻഡ് ആക്ടേഴ്സിൽ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ബിഗിനറായിട്ട് ഇതിൽ അഭിനയിക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഇത്രയും പടം ചെയ്ത് ഞാനൊക്കെ ദിലീപേട്ടന്റെ പടം എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് അടിച്ചൊരു 100 പ്രാവശ്യമൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അന്ന് കാണുമ്പോൾ പോലും നമ്മൾ ചിന്തിക്കണം. പക്ഷെ ഞാനൊക്കെ സിനിമ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് ചേട്ടനൊക്കെ പടം കണ്ടിട്ടുണ്ട്. സോ ദിസ് വാസ് ലൈക്ക്, എനിക്കിപ്പോഴും ഞാനിങ്ങനെ താങ്ക് യു ദൈവത്തിനോടും യൂണിവേഴ്സിനോടൊക്കെ താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുക. എവറി സെക്കൻഡ് ഐ ഫീൽ ഭയങ്കര ബ്ലസ്ഡ്. പിന്നെ അത് മാത്രമല്ല, ചേട്ടൻ ഇത്രയും പടം ചെയ്ത് നിൽക്കുമ്പോഴും ഇതിൽ ഈ ക്യാരക്ടർ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ്, ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിട്ട് നിൽക്കുമ്പോൾ വേറൊരാളാണെങ്കിൽ അയ്യോ ഇത് ഭയങ്കര ഡോമിനേറ്റ് ആയി പോകുമല്ലോ, അങ്ങനെ ഒരു രീതിക്ക് വിചാരിക്കാം. പക്ഷെ ചേട്ടൻ വാസ് ലൈക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഫുൾ സ്പേസ് തന്ന് ഭയങ്കരമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത്. ഈവൻ ഫസ്റ്റ് ഡേ ഞാൻ ഷൂട്ടിന് വരുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം കൂടെ എന്നെയും ബിൻഡോ ചേട്ടനെ വിളിച്ചിട്ട് ബിൻഡോ ചേട്ടനോട് പറയാണ്, റാനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ, കാലിങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇത് അങ്ങനെ എവറി മൈന്യൂട്ട് ഡീറ്റെയിൽ എൻ്റെ ഒരു മാക്സിമം പൊട്ടൻഷ്യൽ എടുത്ത് പുറത്ത് കൊണ്ടുവരണം. അത് എനിക്ക് തോന്നുന്നില്ല ആരും അത് എനിക്ക് വേണ്ടി ആരും ചെയ്യില്ല അത്. സോ അങ്ങനെ ഒരു ഇതിൽ നോക്കുമ്പോൾ ഞാൻ ട്രൂലി ബ്ലസ്ഡ് ആണ് ചേട്ടനെ പോലൊരു കോ ആക്ടറുടെ കൂടെ. അങ്ങനെയാണ് എല്ലാ മറ്റുള്ള ആർട്ടിസ്റ്റുകൾ എന്തൊക്കെയാണോ പരമാവധി അത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഒന്ന് പറയും, അയാൾ ഇങ്ങനെ ചെയ്യോട്ടോ, അത് അങ്ങനെ ഇതിലൂടെ എപ്പോഴും നമ്മോട് സംസാരിക്കണം, എടാ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ നിനക്ക്, ഇങ്ങനെ ഓക്കെ ആണോ എവറി ടൈം ഇങ്ങനെ ഭയങ്കരമായിട്ട് കംഫർട്ട് ചെയ്ത് നമ്മളുടെ മാക്സിമം എടുത്ത് പുറത്ത് നമ്മൾ എത്ര ടാലന്റഡ് ആണെന്ന് ആൾക്കാരനെ കാണിക്കണം. അത് ഒരിക്കലും ഇത്രയും പടം ചെയ്ത ആക്ടറിന് അങ്ങനെ ചെയ്യണം എന്നില്ല ശരിക്കും. പക്ഷെ ഹി വാസ് വെരി വെരി കൈൻഡ് ടു മീ. സോ ചേട്ടൻ ഇത്രയും സപ്പോർട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെയാണ് ഈ പടത്തിൽ ഞാൻ എന്തെങ്കിലും നന്നായി ചെയ്തിട്ടുണ്ടെങ്കിൽ. ശരിക്കും അതൊരു ടീം വർക്ക് ആണല്ലേ? നമ്മളോടൊന്നും അങ്ങനെയൊന്നും ഇല്ലല്ലോ. നിങ്ങളൊന്നും ലൈഫിൽ കാലം സ്പ്ലിറ്റ് ചെയ്യില്ലാതെ എനിക്കറിഞ്ഞൂടെ. പോട്ടെ, ബാക്കി എന്തൊക്കെ ബാക്കി കുഞ്ഞൊരു ഇല എടുക്കൂലല്ലോ അല്ലേ?